ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു റോംബറിൻ്റെ കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ്. 10 വയസ്സുള്ളൊരു കുട്ടിക്കായിട്ട് റോംബർ എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിന് നമ്മൾ എടുത്തിരിക്കുന്നത് ക്രഷിൻ്റെ മെറ്റീരിയലാണ്. ഔട്ടറായിട്ട് വന്നിരിക്കുന്നത് പിസ്ത ഗ്രീൻ മെറ്റീരിയലിൽ വൈറ്റ് ഫ്ലവർ വരുന്നതാണ്. ഉള്ളിൽ ഇന്നറായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ജെൻറ്റിൽമാൻ്റെ ക്ലോത്തിൽ ഷർട്ട് മോഡലിൽ നമ്മൾ ഷർട്ടല്ല, ബാക്കിലേക്ക് കോളർ വന്നിട്ടുള്ളതാണ്. ഒരു ടോപ്പുമാണ് നമ്മൾ പ്ലെയിൻ വൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സ്ലീവിലും നെക്കിലും നമ്മൾ ഈ മെറ്റീരിയൽ പ്രിൻ്റ് വരുന്ന മെറ്റീരിയൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മെറ്റീരിയലായിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. മീറ്ററിന് വെറും 120 രൂപയെ വരത്തുള്ളൂ. ക്രഷിൻ്റെ മെറ്റീരിയലാണ്. 58 ഇഞ്ച് വീതിയാണ് ഇതിന് വരുന്നത്. ഞാനിവിടെ സ്കർട്ട് പാർട്ടിനുള്ള മെറ്റീരിയൽ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനൊറ്റ പീസ് മെറ്റീരിയൽ തന്നെ മതി നമുക്ക്. അത് ഒറ്റ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ നിന്ന് ലെങ്തിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തിട്ട് ബാലൻസ് താഴേക്ക് കിട്ടും. നമ്മൾ വിത്തിനനുസരിച്ചുള്ളത് നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതി. ഞാനിവിടെ ഒരുപാട് വിത്തില്ല, ഒരുപാട് വിത്ത് വരാത്ത രീതിയിൽ ഫ്രണ്ട് പാർട്ട് 40 വരാൻ പാകത്തിന് എടുത്തിട്ട് ബാക്ക് 40, അങ്ങനെ 2 മീറ്റർ ക്ലോത്താണ് ഞാനിവിടെ കട്ട് ചെയ്തിരിക്കുന്നത് ഔട്ടറിനായിട്ട്. എന്നിട്ട് ലെങ്ത് അനുസരിച്ച് ഞാനത് കട്ട് ചെയ്തിട്ട് ബാലൻസ് താഴേക്ക് കട്ട് ചെയ്തെടുത്തിട്ട് അവിടെ നിന്നാണ് ബോഡി പാർട്ട് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. സ്കർട്ട് പാർട്ടിനുള്ള ലെങ്ത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 35 ഇഞ്ച് ലെങ്താണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ബാലൻസ് ഉള്ള മെറ്റീരിയൽ നമ്മളിവിടെ എടുത്തിട്ട് ബോഡി പാർട്ട് ഞാനിവിടെ കട്ട് ചെയ്യാണ്. ബോഡി പാർട്ടിൻ്റെ ലെങ്ത് എടുത്തിരിക്കുന്നത് 13.5 പിന്നെ വിഡ്ത്ത് വരുന്നത് ബ്രസ്റ്റ് അളവ് 9, തയ്യൽ തുമ്പ് സഹിതമാണ് 9 എടുത്തിരിക്കുന്നത്. 8.5, 9 മതി. പിന്നെ നമ്മൾ കൈക്കുഴി എടുത്തിരിക്കുന്നത് 5.5, ഷോൾഡർ മടക്കിയിട്ടിട്ട് 5.5, 6 വരാൻ പാകത്തിനെടുത്ത്. പിന്നെ വീനെക്കാണ്, ബാക്ക് നെക്കും വീനെക്ക്, ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും വീനെക്കാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് നമ്മൾ ഇച്ചിരി ലെങ്തിലാണ് എടുത്തിരിക്കുന്നത്. എന്നാൽ ഉള്ളിൽ ഇന്നർ വരുന്നത് കൊണ്ട്. അതിനുശേഷം ഞാൻ സ്ലീവിനുള്ളൊരു പടിയാണ് നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. സ്ലീവിനുള്ള താഴെ ഫുൾ സ്ലീവായിട്ടാണ് ഇന്നർ നമ്മൾ എടുക്കുന്നത്. ഔട്ടറിന് സ്ലീവ് ഇല്ല, ഇന്നറിന് സ്ലീവ് ഫുൾ സ്ലീവായിട്ട് എടുത്തിട്ട് ഷർട്ടിൻ്റെ സ്ലീവ് പോലെ നമ്മൾ ചെയ്യുവാണ് പടിയൊക്കെ വെച്ചിട്ട്. അതിനുള്ള പടിയാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇന്നറിനുള്ളത് നമുക്ക് കട്ട് ചെയ്യാം. ഇന്നറിനുള്ള മെറ്റീരിയൽ ഇതുപോലെ 4ആയിട്ട് മടക്കിയിടുക. അപ്പോൾ ബാക്ക് പാർട്ട് നമ്മൾ 1.5 ഇഞ്ച് കൂട്ടിയിട്ടാണ് എടുക്കുന്നത്. ബാക്കിൽ സിബ് വെക്കേണ്ടതുകൊണ്ട് അത് കൂട്ടിയിട്ടെടുത്തിട്ട് ബാക്കി അളവുകളെല്ലാം നമ്മൾ കറക്റ്റായിട്ട് എടുക്കാം. ഇന്നറിൻ്റെ അളവ് ഇച്ചിരി കൂട്ടിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അത് ഷർട്ട് മോഡലായതുകൊണ്ട് നമ്മൾ കുറച്ച് കൂട്ടിയിട്ടാണ് എല്ലാം എടുക്കുന്നത്. അളവുകളെല്ലാം ഇച്ചിരി കൂട്ടിയിട്ട് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതുപോലെ സാധാരണ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ബാക്ക്, ഇത് ഫ്രണ്ടാണ്, ഇത് ഫ്രണ്ട് പാർട്ട് നമ്മളൊരു 3 ഇഞ്ച് താഴ്ത്തിയിട്ട് ഇതുപോലെ 2 ഇഞ്ച് താഴ്ത്തി ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ബാക്ക് നെക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടേ കട്ട് ചെയ്യത്തുള്ളൂ. ബാക്ക് നെക്ക് നമ്മൾ ബാക്കിലേക്കാണ് കോളർ കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് സ്ലീവ് ലെങ്ത് ഇവിടെ ഞാൻ 18 എടുത്തിരിക്കുന്നത്. 18 സ്ലീവ് ലെങ്ത് എടുത്തിട്ട് ഇതുപോലെ 10 ഇഞ്ച് എടുക്കുന്നുണ്ട്. നമ്മളെന്ന് വെച്ചാൽ നമ്മളൊരു പഫ് സ്ലീവ് പോലെയാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. പഫ് സ്ലീവ് പോലെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇച്ചിരി കൂട്ടിയിട്ടാണ് ഞാൻ സ്ലീവൊക്കെ എടുത്തിരിക്കുന്നത്. സെൻറ്ററിൽ ഇച്ചിരി പഫൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, പ്ലീറ്റൊക്കെ കൊടുത്ത്. അപ്പം നമുക്ക് ഷർട്ടിൻ്റെ താഴ്ഭാഗം, സ്ലീവിൻ്റെ താഴ്ഭാഗം നമുക്കിത് ഇതുപോലെ ഷർട്ട് പീസിൻ്റെ സ്ലീവ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ആ പടി വയ്ക്കാനുള്ള മെറ്റീരിയൽ എടുത്ത് വെച്ച് കൊടുത്ത് ഇതുപോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പം സെൻറ്റർ ഭാഗത്ത് എടുത്തുമ്പോഴത്തേക്കും 2-3 ഞൊറ് ഇട്ട് കൊടുക്കണം. ഷർട്ട് പീസിൻ്റെ ആ വൈറ്റ് മെറ്റീരിയലിൽ 2-3 ഞൊറ് ഇട്ട് കൊടുക്കുക സെൻറ്റർ ഭാഗം എത്തുമ്പോഴത്തേക്ക്. എന്നിട്ട് കറക്റ്റായിട്ട് വീണ്ടും സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. പടി വയ്ക്കാനുള്ള മെറ്റീരിയലിൻ്റെ ഒരു സൈഡ് ഞാൻ ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉള്ളിലെ പുറത്തേക്ക് നമുക്ക് അടിച്ച് മറിച്ചെടുക്കുമ്പോഴത്തേക്ക് കറക്റ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ 2 സ്ലീവും ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് 2 സ്ലീവും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതും. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്.
നമുക്ക് വളരെ സിമ്പിളായിട്ട് വളരെ വേഗത്തിൽ തന്നെ ഇത് ചെയ്തെടുക്കാൻ കഴിയും. ഇതുപോലെ ഷർട്ട് മോഡലാണ് നമ്മൾ സ്ലീവിൻ്റെ താഴ്ഭാഗം. ഞാൻ സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് വെക്കാനുള്ള പടിയുടെ ഒരു സൈഡിൽ ഞാൻ ചെറുതായിട്ട് മടക്കി അടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ പുറത്തേക്ക് മടക്കുമ്പോഴത്തേക്കും നമ്മൾ അത് ഉള്ളിലേക്ക് മടക്കി അടിക്കുകയൊന്നും വേണ്ട, ചുമ്മാ വെച്ച് കൊടുത്ത് ഇതുപോലൊന്ന് അടിച്ചെടുത്താൽ മാത്രം മതി. അങ്ങനെ 2 സ്ലീവും നമുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ 2 സ്ലീവും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഫ്രണ്ട് പാർട്ട് ബാക്ക് പാർട്ട് നമുക്കൊന്ന് സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഞാൻ ഇവിടെ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുത്ത് ഒരു സൈഡ് ഞാൻ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് സിബ് അറ്റാച്ച് ചെയ്തതാണ്. ബാക്കിൽ നമ്മൾ സിബാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് സിബ് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഒരു സൈഡ് ഇതുപോലെ അടിച്ചതിന് ശേഷം ബാക്കി സൈഡിലേക്കും നമുക്ക് സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. കറക്റ്റായിട്ട് വെച്ച് സിബ് വെച്ച് കൊടുത്തിട്ട് നമുക്ക് മറു സൈഡിലും സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കറക്റ്റായിട്ട് വെച്ച്. അതിന് ശേഷം ഷോൾഡർ തമ്മിൽ നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇതുപോലെ ഫ്രണ്ടും ബാക്കും കൂടെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്കിതുപോലെ ഷോൾഡർ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നെക്കൊന്ന് നോക്കണം. നെക്ക് എത്രയാണെന്ന് നമുക്ക് കിട്ടണമെന്ന് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് നെക്കൊന്ന് അളന്ന് നോക്കാം. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് നെക്ക് എത്രയാണോ കിട്ടുന്നതെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് വേണം നമുക്ക് കോളറിനുള്ള മെറ്റീരിയൽ കട്ട് ചെയ്യാനായിട്ട്. കറക്റ്റ് എത്രയാണോ കിട്ടുന്നത് അതനുസരിച്ചാണ് നമ്മൾ കോളറിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കാം. അതിനും നമ്മൾ ആ ഗ്രീൻ കളറ് മെറ്റീരിയലാണ് നമ്മൾ എടുക്കുന്നത്. കോളറിനും സ്ലീവിൻ്റെ പടിക്കും കോളറിനും ഗ്രീൻ കളർ മെറ്റീരിയൽ എടുക്കുന്നതാണ് ഒരു ഭംഗി. എന്താ വെച്ചാൽ നമ്മൾ പിന്നെ ഔട്ടർ നമ്മൾ ഗ്രീൻ കളർ മെറ്റീരിയൽ എടുത്തിരിക്കുന്നതുകൊണ്ട് കുറച്ച് ഭംഗിയായിരിക്കും ഇങ്ങനെ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും. ഞാനിവിടെ 2.5 ഇഞ്ച് വിട്ട് വരുന്ന രീതിയിലാണ് ഞാനിവിടെ 2.5 അല്ല 1.5 ഇഞ്ച് വിട്ട് വരുന്ന രീതിയിലാണ് ഞാനിവിടെ കോളർ എടുത്തിരിക്കുന്നത്. ഇതുപോലെ എന്നിട്ട് നമുക്ക് കറക്റ്റായിട്ട് അളന്ന് കൊടുത്തിട്ട് നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതെല്ലാം കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കോളർ ഷർട്ടുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. കോളർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ആദ്യം കോളറിൻ്റെ 2 സൈഡുമാണ് നമുക്ക് അടിച്ചെടുക്കേണ്ടത്. കറക്റ്റായിട്ട് വെച്ച് 2 സൈഡും 2 പീസായിട്ടാണ് നമുക്കിവിടെ കിട്ടുന്നത്. ആ 2 പീസിൻ്റെയും ഓരോ സൈഡും നമുക്കൊന്ന് അടിച്ചെടുക്കണം. കറക്റ്റായിട്ട് വെച്ച് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് മടക്കി നമുക്കൊന്ന് അടിച്ചെടുക്കാം. 2 പീസും ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് നമുക്ക് അടിച്ചെടുക്കണം. അടിച്ചെടുത്തതിന് ശേഷം കോളർ അടിച്ചു മറിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇതുപോലെ 2 പീസും കറക്റ്റായിട്ട് വെച്ചിട്ട് അകവും പുറമൊക്കെ നോക്കി കറക്റ്റായിട്ട് വെച്ച് ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ അടിച്ചു പോരുക. എന്നിട്ട് അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അടുത്ത സൈഡും നമ്മൾ ഇതുപോലെ അടിച്ചു കൊണ്ടുവന്ന് താഴേക്ക് കൊണ്ടുവരിക. കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് താഴേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ വീണ്ടും താഴേക്ക് വീണ്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അവിടെ നിർത്തി സൂചി കുത്തി കൊടുത്ത് വീണ്ടും താഴേക്ക് സ്റ്റിച്ച് ചെയ്യുക. നമ്മളിത് ക്യാൻവാസോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ക്യാൻവാസ് ഒന്നും യൂസ് ചെയ്യാതെ കോളർ സ്റ്റിച്ച് ചെയ്യുകയാണ്. എന്നിട്ട് നമുക്കിതുപോലെ ഒന്ന് കൊത്തിട്ട് കൊടുക്കാം. കൊത്തിട്ട് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് മറിച്ചെടുക്കണം. കറക്റ്റായിട്ട് വെച്ച് മറിച്ചെടുത്തതിന് ശേഷം നമ്മൾ കോളറിൽ നെക്കിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. നെക്കിൻ്റെ സെൻറ്റർ ഭാഗം നമ്മളിതുപോലെ കറക്റ്റായിട്ട് നോക്കിയിട്ട് കോളറിൻ്റെ സെൻറ്റർ ഭാഗവും നോക്കി സെൻറ്ററിൽ നിന്നും കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് മറു സൈഡും വീണ്ടും സ്റ്റിച്ച് ചെയ്തെടുക്കണം. അങ്ങനെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് റോംബറായിട്ടാണ് ആവശ്യമെങ്കിൽ റോംബർ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തരുന്നതായിരിക്കും. അതിനുവേണ്ടി കോൺടാക്റ്റ് ചെയ്യാൻ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ തൊട്ട് നിങ്ങൾക്ക് മെറ്റീരിയലായിട്ടാണ് വേണ്ടതെങ്കിൽ മെറ്റീരിയലായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. ഒരുപാട് ഐറ്റം മെറ്റീരിയൽസ് നമ്മുടെയൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. ഏത് തരം മെറ്റീരിയൽ വേണമെങ്കിലും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഈ ക്രഷിൻ്റെ മെറ്റീരിയൽ 2 കളേഴ്സാണ് നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു ഗ്രീനും ഒരു കോഫി കളർ പോലെ വരുന്നത്. നമ്മൾ 2 എണ്ണം റോംബർ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ഒരു റോംബറിൻ്റെ കോഫി കളർ വരുന്നതിൻ്റെ ഇതാണ് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ കോളറൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം
രണ്ടെണ്ണം കൂടെ ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്തത് കാരണം എനിക്ക് കൃത്യമായിട്ട് കാണിക്കാൻ കഴിഞ്ഞില്ല. നമ്മൾ ഇതിൻ്റെ കോളർ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടില്ല. അതിന് മുമ്പായിട്ട് നമ്മളിതാ ഇവിടെ സ്ലീവിൻ്റെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാണ്. കൈക്കുഴിയായിട്ട് സ്ലീവും നമുക്ക് നല്ല പീസും കൂടെ വെച്ചിട്ട് നമ്മൾ കൈക്കുഴിയും സ്ലീവും എല്ലാം കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാ പിന്നെ ഷോൾഡറിൻ്റെ അവിടെ കൊണ്ടുവന്ന് സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് പിന്നെ ചെറിയ 2 ഞൊറു ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് ചെറിയ ഞൊറു ഇട്ട് കൊടുക്കുക. ഞൊറുവിട്ട് 2 ഞൊറുവിട്ട് കൊടുത്തതിന് ശേഷം താഴേക്ക് നമുക്ക് 2 3 ഞൊറുവിട്ട് കൊടുക്കാം. എന്നിട്ട് കൈക്കുഴി കറക്റ്റ് എത്തുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം താഴേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. വീണ്ടും അവിടെ നിന്നും നമുക്ക് മുകളിലേക്ക് വീണ്ടും സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരണം. വീണ്ടും മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് അവിടെ സെൻറ്റർ വരുമ്പോഴത്തേക്ക് ഒരു 3 ഞൊറ് നമുക്ക് അവിടെയും ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തതിന് ശേഷം താഴേക്ക് വീണ്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 സ്ലീവും നമുക്ക് അങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനുശേഷം സ്ലീവ് ഇതുപോലെ മടക്കി നമ്മൾ നോർമൽ സ്ലീവിൻ്റെ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ സ്ലീവ് ഇതുപോലെ മടക്കി കൊടുത്തിട്ട് സൈഡിൽ നിന്ന് ഇതുപോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. ഷർട്ടിൻ്റെ താഴ്ഭാഗം വരെ നമുക്കിതുപോലെ കറക്റ്റായിട്ട് കൊണ്ടുവന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 സൈഡും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിനി സ്റ്റിച്ച് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഔട്ടർ സ്റ്റിച്ച് ചെയ്യണം. ഔട്ടർ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ആദ്യം നമുക്ക് നെക്ക് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. വി നെക്കായിട്ടാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യുന്നത്. അതായത് ഇതുപോലെ വി നെക്ക് നോർമൽ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ കറക്റ്റായിട്ട് വെച്ച് 2 നെക്കും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബാക്കും നെക്ക് നമുക്ക് ഒരുപോലെ തന്നെയാണ് നെക്ക് എല്ലാം വരുന്നത്. വി നെക്കിൽ തന്നെയാണ് ചെയ്യുന്നത്. കുറച്ച് ലെങ്താക്കി കൊടുത്താണ് നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നെക്ക് ഇതാ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമുക്കത് ബാക്കും നെക്കും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ നെക്ക് കട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മളിതിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ഇതാ ഇതുപോലെ കൊത്തിട്ട് കൊടുക്കുക. കറക്റ്റായിട്ട് കോണുകളെല്ലാം കൊത്തിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആ നെക്ക് മറിച്ചെടുക്കണം. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് നമുക്കത് മറിച്ചെടുത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഉൾഭാഗം ഒന്ന് മടക്കി ഒരു പ്രസർ അകലത്തിൽ നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബാക്ക് നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും ഇതാ ഉള്ളിലേക്ക് വെച്ചിട്ടല്ല ഇതുപോലെ ആ നെക്കിന് വേണ്ടി കട്ട് ചെയ്തിരിക്കുന്ന ആ മെറ്റീരിയൽസിൽ മാത്രം നമ്മൾ സ്റ്റിച്ചിങ് വീഴാൻ പാകത്തിന് നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഷോൾഡർ തമ്മിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് വേണം നമുക്ക് ബാക്കിലത്തെ നെക്കിൻ്റെത് ഉള്ളിലേക്ക് വെച്ച് മടക്കി അടിക്കാനായിട്ട്. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഷോൾഡർ തമ്മിൽ ഇതുപോലെ കറക്റ്റായിട്ട് അടിച്ച് കൊടുക്കുക. ഇതുപോലെ കൊണ്ടുവന്നിട്ട് ഷോൾഡറിൻ്റെ അവിടെ വരുമ്പോഴത്തേക്ക് ഉള്ളിലേക്കൊന്ന് ചെറുതായിട്ട് മടക്കി വെച്ച് കൊടുത്തിട്ട് വേണം നമ്മളത് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് വേണം ബാക്ക് നെക്ക് നമ്മൾ ഉള്ളിലേക്ക് വെച്ചിട്ട് മടക്കി അടിക്കാനായിട്ട്. കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അത് നമുക്കൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. കറക്റ്റായിട്ട് വെച്ച് അത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ അതിൻ്റെ കൈക്കുഴി ഒന്ന് ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നമ്മൾ സ്ലീവ് ഒന്നും ഈ ഔട്ടറിൻ്റെ അകത്ത് സ്റ്റിച്ച് ചെയ്യുന്നില്ല. നമ്മൾ ഇന്നറിൽ സ്ലീവ് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് ഇത് നമ്മൾ പെറ്റിക്കോട്ടിനൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന കൂട്ട് ചെറുതായിട്ടൊന്ന് മടക്കി കൈക്കുഴി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 2 കൈക്കുഴി ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് നമുക്കത് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് സ്കർട്ട് പാർട്ടും യോക്ക് പാർട്ടും കൂടെ ചേർത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അത് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് സ്കർട്ട് പാർട്ടിൽ നമ്മൾ ചെറിയ ഞൊറുവിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചെറിയ ഞൊറുവിട്ട് കൊടുക്കാം. നമുക്കിതുപോലെ കറക്റ്റായിട്ട് വെച്ച് ചെറിയ ഞൊറുവിട്ട് കൊടുക്കാം. ബാക്കും ഫ്രണ്ടും ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ വരും ഞൊറുവിട്ട് വരുമ്പോഴത്തേക്കും. എന്നിട്ട് നമുക്ക് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ 2 സൈഡും കൂട്ടി യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അന്നേരം നമ്മൾ സെൻറ്റർ ഭാഗത്ത് ബോഡി പാർട്ടിന് തൊട്ട് താഴെയായിട്ട് നമ്മളൊരു ബെൽറ്റ് കണക്ക് കൊടുക്കുന്നുണ്ട്. ഫ്രോക്കിനൊക്കെ ബാക്കിലേക്ക് കെട്ടാൻ പാകത്തിന് ബെൽറ്റ് കൊടുക്കുന്ന കൂട്ട് നമ്മളിതിലും ബെൽറ്റ് കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ അത് ഫിറ്റായിട്ട് ഇരുന്നോളും, ഷേപ്പിനൊക്കെ ഇരുന്നോളും. അങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താൽ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് 2 സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോഴത്തേക്കുമാണ് താഴ്ഭാഗത്ത് എത്തുമ്പോഴത്തേക്ക് യോക്ക് പാർട്ട് തീരുന്ന ഭാഗത്താണ് നമ്മൾ ബെൽറ്റ് വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് ബെൽറ്റൊക്കെ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഡോറി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഡോറി നമുക്ക് ബാക്കിലേക്ക് ഡോറി കൊടുത്താൽ മതി. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് താഴ്ഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ ലോക്ക് ചെയ്ത് കൊടുക്കുകയോ എന്ത് വേണേലും ചെയ്യാം. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സ്റ്റിച്ചിങ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് വളരെ വേഗത്തിൽ തന്നെ നമുക്കത് ചെയ്തെടുക്കാൻ കഴിയും. രണ്ട് ഭാഗവും നമുക്കിതുപോലെ കറക്റ്റായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 സ്റ്റിച്ചിങ് ഞാനിവിടെ കൊടുക്കുകയാണ്. സ്റ്റിച്ചിങ് വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 2 സ്റ്റിച്ചിങ് കൊടുക്കാം. അങ്ങനെ ഇത്ര വളരെ സിമ്പിളായിട്ട് വളരെ വേഗത്തിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ കഴിയും. ബിഗിനേഴ്സിന് വരെ വളരെ വേഗത്തിൽ തന്നെ ഇത് ചെയ്തെടുക്കാൻ കഴിയും. ഞാനിവിടെ താഴ്ഭാഗം ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യുന്നത്. ലോക്ക് ചെയ്യുന്നില്ല, ചെറിയ രീതിയിൽ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിത് ഒരു 15 വയസ്സുള്ള കുട്ടിക്കും 10 വയസ്സുള്ള കുട്ടിക്കും കൂടിയിട്ടാണ് ഇത് ചെയ്തെടുത്തത്. ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. വളരെ സിമ്പിളായിട്ട് വളരെ വേഗത്തിൽ തന്നെ നമുക്കത് ചെയ്തെടുക്കാം. വളരെയേറെ ഭംഗിയാണ് ഇത് കാണാൻ തന്നെ. ഈ നെക്കിൽ വന്നിട്ട് കോളറൊക്കെ വെച്ചിട്ട് സ്ലീവിന് താഴെ വടിയൊക്കെ വെച്ചിട്ട് ബാക്കിലേക്ക് ഡോറിയൊക്കെ കൊടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് വളരെ വേഗത്തിൽ തന്നെ ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.